ഹായ്, പുതിയ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ. ഇത്ര നാളെന്ന് ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടോ മഴയൊക്കെ പെയ്തിട്ട്. അപ്പൊ വീണ്ടും അങ്ങനെ ഒരു ഇരുണ്ട് കൂടി ഇതൊക്കെ ചെറുതായിട്ട് ചാറി. അപ്പൊ ഇനി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ രണ്ടാഴ്ച ഫുൾ വെയിലായിരുന്നു കേട്ടോ. നല്ല സൂര്യപ്രകാശം, വെയിലുകൊണ്ട് നടക്കാൻ പറ്റില്ല പുറത്ത്, അത്രയ്ക്കധികം വെയിലാണ് കേട്ടോ. അപ്പൊ വീണ്ടും ഇനി മഴ പെയ്യാണ്. മഴയാണ് സത്യം പറഞ്ഞാൽ നല്ലത്, കുറച്ചുകൂടി തണുപ്പൊക്കെ കിട്ടുമല്ലോ. തിരി ചാറി നിൽക്കുന്നു, കുറച്ച് പെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം മഴയൊക്കെ പെയ്ത് തുടങ്ങിട്ടോ. ഷീറ്റ് ഇട്ടേക്കാൻ ഇവിടെ നമ്മള് ഷീറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പൊ നല്ല സൗണ്ട് കിട്ടും മുകളില്. അപ്പൊ കണ്ട ഇത്ര നേരം നല്ല വെയിലായിരുന്നു ദിവസം. ഇപ്പൊ വീണ്ടും മഴ തുടങ്ങി. മഴയ്ക്ക് വേണ്ടി ഒരു ദിവസം കാത്തിരുന്നത്, ഇത്ര ദിവസം മഴ ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. ഇപ്പൊ വീണ്ടും മഴ തുടങ്ങി, നല്ല ശക്തമായ മഴ. ഇപ്പൊ 5 മിനിറ്റ് ആയിട്ട് ഇത്ര നേരം വെയിലായിരുന്നു. 5 മിനിറ്റ് മുമ്പ് ഇരുണ്ട് കൂടി പെട്ടെന്ന് മഴ. അപ്പൊ നല്ല രസം കേട്ടോ ഈ ഭാഗം, നല്ല വ്യൂ. മഴ മൊത്തം ഇരുണ്ട് കൂടി കണ്ട. അപ്പൊ നിങ്ങളുടെ അവിടെ മഴയുണ്ട്, കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾ സേഫ് ആയി ഇരിക്കുക. ഇപ്പൊ 2 ദിവസമായിട്ട് നല്ല വെയിലാണ്, മഴയേ ഇല്ല. മഴയൊക്കെ പെയ്തിട്ട് ഒരാഴ്ചയായി, ഇപ്പൊ വീണ്ടും മഴ തുടങ്ങി. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ടി തോന്നുന്നുണ്ട്, ഇപ്പൊ വീണ്ടും വെയിൽ തുടങ്ങും. തൽക്കാലത്തേക്ക് കണ്ട മഴ കുറഞ്ഞു പെട്ടെന്ന് പെയ്യുന്നു, പെട്ടെന്ന് കുറഞ്ഞു. അങ്ങനെയാണ് മഴയുടെ കണ്ടീഷൻ. ഇപ്പൊ വീണ്ടും കൂടും, അങ്ങനെ കുറയും. പിന്നെ ഷീറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ. ഇവിടെ ഷീറ്റാണ്. അപ്പൊ മേളില് ഷീറ്റിൽ വെള്ളം വരുമ്പോ നല്ല സൗണ്ട് അടിക്കും. നമ്മൾ തൊട്ടപ്പുറം സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് വ്യൂ കാണാൻ കണ്ട. അപ്പൊ ഇപ്പോഴത്തെ മഴയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ മഴയുണ്ട് വേണ്ടത് കണ്ട. ഒരു മഴ കഴിയുമ്പോഴേക്കും കണ്ട കനാലും ചാലൊക്കെ കണ്ട മൊത്തം നിറഞ്ഞിരിക്കാണ് കേട്ടോ. ആ ഭാഗം കാണിച്ചു തരാം കണ്ട. ഓണൊക്കെ ആവാറില്ലേ, അതുകൊണ്ടാണ് ഉത്രാടം ആ സമയത്തൊക്കെ നല്ല മഴ പെയ്യും. അപ്പൊ നമ്മുടെ മഴ പെയ്യുമ്പോ കൂടി സമയം ഈ വീടിന്റെ ഗ്രില്ലിന്റെ ഗ്രില്ലാണ് കേട്ടോ, ഇങ്ങനത്തെ ഗ്രില്ലാണ്. അപ്പൊ ഗ്രില്ലിന്റെ അവിടെ ഈ ചവിട്ടുപടി വരുന്നുണ്ടാണ്, നമ്മളിങ്ങനെ നേരെ നോക്കിയിരിക്കും. അപ്പൊ കണ്ട നല്ല വ്യൂ കിട്ടും കേട്ടോ അവിടെ മൊത്തം. ഇപ്പൊ സമയം 12:45 നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ മീൻകറി ഇട്ടിട്ടുള്ളത് ചാള മീൻകറി കൊടമ്പുളിയൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ. നല്ല നമ്മൾ നൈറ്റ് റൊട്ടീൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പൂരിയാണ് കേട്ടോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി പൂരിയാണ്, ഇത് വെച്ചേക്കണ്ട വൈകുന്നേരം കഴിക്കാൻ. അപ്പം നമ്മൾ മുട്ടച്ചോറാണ് ഉണ്ടാക്കാൻ വേണ്ടുന്നത്. അപ്പം ഒരു മുട്ടയാണ് എടുക്കേണ്ടത്. ഒരു മുട്ട ധാരാളം. മുട്ടച്ചോറ് മീൻകറി ചിലപ്പോൾ എടുക്കുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മുകളിൽ പോകാൻ കേട്ടോ. മുകളിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഞാൻ പറയാറില്ല, മുകളിൽ നിന്ന് കാണുമ്പോൾ പ്രത്യേക വ്യൂ കണ്ട. ഇവിടെ ജനൽ വെച്ചിട്ട് കണ്ട, ഇവിടുത്തെ ജനലിൽ കണ്ട ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് കണ്ട. നല്ല നമ്മൾ താഴത്തേക്ക് നല്ല വ്യൂ കിട്ടണുണ്ട. ഇവിടെ ഷീറ്റ് ഇട്ടുണ്ട്. ഈ ഷീറ്റിന്റെ സൗണ്ട് നല്ല ശക്തമായ, ഇവിടെ ഫുൾ ഷീറ്റാണ് കേട്ടോ. അപ്പൊ മൊത്തം മഴയൊക്കെ വരുമ്പോൾ നല്ല സൗണ്ടൊക്കെ അടിക്കും. ഇത് നല്ല രസം കേട്ടോ. മഴയൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു കറങ്ങണ സംഭവം. അല്ലെങ്കിൽ പേരറിയണ കമന്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മഴ ഒഴുകി വരുന്നത് കണ്ട. ഇതാണ് നമ്മുടെ താഴത്തെ ഷീറ്റ്. ഇവിടെ നിന്നാണ് ഇതടിച്ചു വന്നത്. അപ്പം മഴയൊക്കെ അത്രക്കില്ല, കുറച്ച് കുറഞ്ഞു. ഈ ആകാശമൊക്കെ ഉണ്ട്, ഇരുണ്ട് ഒരു നീല കളറിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു മഴയുടെ ഒക്കെ ഇരിക്കില്ല, നല്ലൊരു ഡാർക്ക് കളറ് നീല, ആ രീതിയിൽ. ഇത് നമ്മുടെ അടുക്കളയുടെ പുറത്തെത്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്നലെ ഇതിൽ കാണിച്ചിരുന്നില്ലേ വർക്ക് ഏരിയയുടെ ബ്ലോഗ്, നമ്മൾ അടുക്കളയുടെ പുറം വശം. അപ്പോൾ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ അവിടെ താഴത്ത് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പണി നിർത്തി വെച്ചാൽ മഴ പെയ്യുമ്പോൾ കണ്ട. ഇതാണ് നിങ്ങളോട് പറയുന്നത്, മഴ പെയ്യുമ്പോൾ മൊത്തം ഫുള്ള് ഇലകളും ചെടികളും പിന്നെ നിറയെ വാഴയൊക്കെ കാരണം തെങ്ങും കാരണം ഫുൾ പച്ചപ്പ് തന്നെ. ഫുള്ള് ഇവിടെ മൊത്തം കണ്ട, ഫുൾ ഗ്രീനറി ഉണ്ട് ഇവിടെ മൊത്തം. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ മതി കേട്ടോ ഫുള്ള്. അപ്പം മഴയൊക്കെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും. മൊത്തം വെള്ളമൊക്കെ ആകുമ്പോഴേ മൊത്തം നമ്മുടെ ഇലയിലത്തെ പച്ച കളറൊക്കെ എടുത്ത് കാണിക്കും. കണ്ടതാണ് നമുക്ക്. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉള്ളിലേക്ക് കാട് പോലത്തെ ഉള്ളിലേക്ക് ചെന്ന് കയറാണ് ആ വഴിക്ക്. അപ്പോൾ അവിടെയും കണ്ട ഫുൾ ഗ്രീനറി ആയിട്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഫുൾ. ഇപ്പം തൽക്കാലം മഴയൊക്കെ ഒരുവിധം നിന്നിട്ടുണ്ട്, പക്ഷെ ചാറിക്കൊണ്ടിരിക്കണം കേട്ടോ. ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ 1 മണി കഴിഞ്ഞ പൂണയൊക്കെ സമയമായി. അപ്പോൾ ഒരു മുട്ട കൊണ്ട് ഞാൻ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ.
അപ്പോൾ ചീഞ്ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ തുള്ളിയാണ് ഒഴിച്ചെടുക്കാൻ പാടുള്ളത്. പിന്നെ ഞാൻ മുട്ടച്ചോറിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു വീഡിയോന് മുമ്പ് തന്നെ മുട്ടച്ചോറിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ മുട്ടനെ പൊട്ടിച്ചിട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തു, കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചേർത്തു കേട്ടോ ഫസ്റ്റ് നമ്മൾ. പിന്നെ ലാസ്റ്റ് നമ്മൾ ചോറൊക്കെ ഇട്ടിട്ട് അവസാനം ചേർക്കണം കേട്ടോ. വീണ്ടും നമ്മൾ ഉപ്പും കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കും. അപ്പോൾ മുട്ട ഇത് ഞാൻ ഓൾറെഡി റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരാണ്. അപ്പോൾ മുട്ട കണ്ട ഈ ഒരു നമ്മൾ ചെറിയ പരിവങ്ങളാക്കി എടുക്കണം. അപ്പോൾ അത്രയ്ക്ക് എത്ര ചെറിയ പരിപാടിയാക്കണം, അധികം ആക്കാൻ പറ്റില്ല. ഇങ്ങനെ ചെറിയത് ഈ പരിപാടിയൊക്കെ ആക്കി എടുക്കണം. എന്നാൽ ചോറിൻ്റെ ഒപ്പം ചേർക്കും. ഞാനിപ്പോൾ ചോറ് കുറവാണ് എടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചോറ് എടുക്കുന്ന മുട്ട അത്ര അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം ആവുമ്പോൾ ഇങ്ങനെ നല്ല ചെറുതാക്കി ഇടും. അപ്പോൾ മുട്ട അവസാനം കണ്ട ചെറിയ കഷ്ണങ്ങളാക്കി ഇടും. നമുക്കിതിന് ചോറ് കുറച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ചോറ് കഴിക്കുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ചോറ് ഇനിയാണ് നമ്മൾ നന്നായി ഇളക്കിയെടുക്കുന്നത്. നമ്മുടെ ചോറും മുട്ടയും പിന്നെ കുരുമുളക് പൊടിയും നമ്മളിപ്പോൾ വീണ്ടും ചേർത്ത് ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഫുൾ മിക്സ് ആവണം. അങ്ങനെ അധികം നമ്മൾ ചൂടാവണ്ട കേട്ടോ. അധികം ആയാൽ നമ്മുടെ ചോറൊക്കെ കുഴഞ്ഞു പോകും. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ആക്കി കുഴപ്പമില്ല. കുഴഞ്ഞു പോയി പിന്നെ ഒരു രസം ഉണ്ടാവില്ല, പെട്ടെന്ന് കേടാവും ചെയ്യും നമ്മുടെ ചോറൊക്കെ. അപ്പോൾ കണ്ട നമ്മുടെ മുട്ടയും ചോറൊക്കെ കണ്ട ഒരേ രൂപത്തിൽ തന്നെ ഇതുണ്ട്. നമ്മുടെ ചോറും അത്യാവശ്യം മുട്ടയും ഇപ്പോൾ കറക്റ്റുണ്ട. ഇനിയിപ്പോൾ ചോറ് കൂടുതലെടുത്തു, മുട്ട കുറവ് കൊടുത്തു, അപ്പോൾ ഒരു രസമുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് രണ്ടും അതേ അളവിന് നമ്മളെടുത്തു. പിന്നെ ചോറ് ഓൾറെഡി ഇത്ര കഴിക്കാം, കുറച്ചുകൂടി കുറവ് തന്നെ കഴിക്കാമല്ലോ. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ചുകൂടി കാണിച്ചതാണ്. അപ്പോൾ നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞി കഴിക്കാം. അങ്ങനെ നമ്മുടെ മുട്ടച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഭംഗി മാത്രം ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട്, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെന്താ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നേരത്തെ മഴ ഫുൾ മാറിയപ്പോൾ മൊത്തം കണ്ട ഫുൾ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. മഴയുടെ നേരത്തെ കാണിച്ച ചാലിലൊഴുകി ഞാൻ പറഞ്ഞില്ലേ, അത് കുളം പോലെ ഈ ഭാഗമൊക്കെ ഫുൾ കുളം പോലെ എന്താ മൊത്തം ചാല് ഭാഗമൊക്കെ നിറഞ്ഞത് ഇപ്പോൾ മൊത്തം പോയി. പിന്നെ റോട്ടിലത്തെ വെള്ളം വരെ ഇപ്പോൾ ഉണങ്ങി പോയി തുടങ്ങി. അപ്പോൾ കണ്ട ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ചെറുതായിട്ട് ഇടയ്ക്ക് ഒരു മഴ പെയ്യും, ഇടയ്ക്ക് അങ്ങനെ നേരത്തെ ചാറി ആദ്യം, പിന്നെ വീണ്ടും ഇപ്പോഴാണ് കുറച്ച് കട്ട് ചെയ്ത് നേരത്തെ. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടച്ചോറ് തന്നെ കഴിക്കാം. ഞാൻ മുട്ടച്ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാം. ശരിക്കും അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ട്രൈ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്താൽ പോരാ, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടത്. ഇത് എങ്ങനെയുണ്ട്, അടിപൊളി റെസിപ്പിയാണ്. വേറെ ഒരു റെസിപ്പി കൂടി മുളകും മസാല ചേർത്തുള്ള മുട്ടച്ചോറ് അത് വേറെ ഉണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും. ഇപ്പോൾ ഇതെന്താ വേറെ ആയിട്ടുണ്ട്, ഇത് ചെറിയ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ലഞ്ചിനൊക്കെ ഉണ്ടാക്കുമ്പോൾ 5 മിനിറ്റ് മതി ഉണ്ടാക്കാൻ. അപ്പം അത്രയ്ക്ക് ടേസ്റ്റ് റെസിപ്പി ഉണ്ട്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട്, ചോറല്ല മുട്ടച്ചോറ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കറക്റ്റ് മുട്ടച്ചോറ് കഴിച്ചു കഴിഞ്ഞു. പ്ലേറ്റും പാത്രമൊക്കെ കഴുകി വെച്ചപ്പോൾ കറണ്ട് പോയി. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത് എമർജൻസിയിലായിട്ടാണ്. കറണ്ട് പോകുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ KSEB വെച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അത് മാത്രമാണ്, ബാക്കി കറണ്ട് ടോട്ടലി പോയി. ഇത് എമർജൻസിയിലാണ് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കറണ്ട് പോയ കാരണം ഇപ്പോൾ വെളിച്ചം കുറച്ച് ഉണ്ട്, പിന്നെ പുറത്തത്തെ വെളിച്ചാണ് ഇപ്പോൾ ഉള്ളത് കിട്ടണത്. അപ്പോൾ ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 10-15 മിനിറ്റ് ഇവിടെ നിന്ന് ഇരിക്കും. കറണ്ട് പോയാൽ ഇവിടെ ഇപ്പോൾ കറണ്ട് പോയാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പുറത്ത് മുറ്റത്ത് അവിടെ ഇരിക്കും കേട്ടോ. മുറ്റത്തെ റൂമിൽ എന്തെങ്കിലും ഇരിക്കും കേട്ടോ, കറണ്ട് പോയക്കല്ല. അപ്പം ഇവിടെ ഒരു 10-15 മിനിറ്റ് ഇരിക്കും. ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 3:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ ജസ്റ്റ് നടക്കാനില്ല, വീട്ടിൽ നിന്ന് വെറുതെ ബോറടിച്ചിരിക്കുകയാണ്, നേരം പോകണില്ല. അപ്പോൾ തൊട്ടപ്പുറത്തൊരു വഴിയുണ്ട്, അവിടെ വെയിലില്ല, അതിന് തണല്, എന്നാലും കുറച്ച് വെയിലുണ്ട്. അതിന് കുട കയ്യിൽ വെച്ച് വിട്ടു, എന്നാലും അധികം വെയിൽ എഫക്റ്റ് ആവാൻ വേണ്ടി ചെറിയൊരു വെയിൽ. ഇത്ര നേരം മഴയൊക്കെ കഴിഞ്ഞിട്ടില്ലേ, അങ്ങനെ നടക്കാൻ കുറച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ മഴ പെയ്തതിൻ്റെ കണ്ട മണ്ണൊക്കെ ഇവിടുത്തെ ഇതൊന്നും ഉണങ്ങിയിട്ട് നനഞ്ഞിട്ട് ഇവിടെ ഫുൾ മുളകിൻ്റെ കൃഷി കേട്ടോ. പച്ചമുളക്, കൊണ്ടാട്ടമുളക് കണ്ട
പിന്നെ അങ്ങനത്തെ കണ്ട ചെറിയ ചൂനിമുളക് അങ്ങനത്തെ ഫുള്ള് ഇവിടെ അങ്ങനത്തെ. പിന്നെ കറിവേപ്പില ഇവിടെ ഉണ്ട് അത്യാവശ്യം ഇതൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ ഭാഗത്ത് കുറേ വീട് കുരുമുളക് പിന്നെ മാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. കണ്ട മുരിങ്ങയില പിന്നെ കറിവേപ്പില ഫുള്ള് കേട്ടോ. ഇത് പിന്നെ എന്തോ ക്രീപ്പേഴ്സ് തോന്നുന്നുണ്ട്, എന്തോ മണി പ്ലാന്റോ അങ്ങനത്തെ സംഭവം. ഇതിൻ്റെ പേര് അറിയണ ഒരു കമൻറ്റ് ചെയ്യട്ടാ. ഇത് പിന്നെ KSEBയുടെ ഇതാണ്, പഴയൊരു മാളിക വീടാണ് കേട്ടോ. ഒരു പഴയൊരു വീട് ഇവിടെ താമസമൊന്നുമില്ല തോന്നുന്നുണ്ട്. ഇവിടെ പഴയൊരു വീട് പോലെ ഉണ്ട് കേട്ടോ. മൊത്തം ഒരു പ്രേതബാധ പോലത്തെ വീട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ പറമ്പാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യണമെന്നുണ്ട്. ഉണ്ടാ ഉള്ളിൽ ചീരയുടെ കൃഷി ഉണ്ട് കേട്ടോ. ഫുള്ളുണ്ടാ ഇതില്ലേ കളറ് ബ്ലാക്ക് കളറ്, അത് ഫുള്ള് ചീരയുടെ കൃഷിയാണ്. ചീരയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് അങ്ങനെ തെങ്ങ് കുറയുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ഇവിടെ തെങ്ങുണ്ട് കേട്ടോ. മൊത്തം നിറയെ തെങ്ങ് കേട്ടോ. നാളികേരത്തിനുള്ള ഈ ഭാഗത്ത് വീട്ടിൽ നാളികേരത്തിനൊരു ക്ഷാമമില്ല. പിന്നെ കറിവേപ്പില ഇവിടെ ഉണ്ട് കേട്ടോ, കുറേ കറിവേപ്പില. പിന്നെ കുരുമുളകിൻ്റെ മരം അവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പോൾ വെയിലൊക്കെ മാറി ഇടയ്ക്ക് വെയിൽ വരും, പിന്നെ പെട്ടെന്ന് വെയിൽ മാറും, തണവ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നല്ല തണുപ്പ് വരും കേട്ടോ. അങ്ങനത്തെയാണ് ഇവിടെ കണ്ടീഷൻ. അപ്പോൾ ഇത് നാരങ്ങയുടെ ഇരുന്നുണ്ട്. നാരങ്ങയുടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നാരങ്ങയിൽ പ്രത്യേകം ഉണ്ട് കേട്ടോ. പുളിയെറുമ്പ് കയറിയിരിക്കും. എന്താ മൊത്തം പുളിയെറുമ്പ് പിടിച്ചിരിക്കും ഫുൾ. അതാണ് നാരകം എന്ന് പറയും, നാരകത്തിൻ്റെ പ്രശ്നം. ഇവിടെ മൊത്തം നാളികേരത്തിൻ്റെ ഇത് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന വീടാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ വഴിക്ക് വന്നപ്പോൾ ഒക്കെ പരിചയപ്പെടുത്തി തന്നത്. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് പണിത വീടാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇവിടെ പണികളൊന്നും പിന്നെ വന്നിട്ടില്ല. ഇവിടെ മൊത്തം പേരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പേരക്കട മഴ മാവിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് തോട്ടിയൊക്കെ വന്ന് ഇപ്പോൾ അത് മൊത്തം പോയി. ഇവിടെ മൊത്തം വീട് പണിയണ തന്നെ മൊത്തം പോയി. ഇത് ആ കട റൂമാണ് തോന്നുന്നുണ്ട്. അതിൽ ഇത് കോളേജാണ് കേട്ടോ, എലിംസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെയൊക്കെ കയറ്റുണ്ട് കേട്ടോ, ഇറക്കും. ഇവിടെ വണ്ടികളൊക്കെ വരുമ്പോൾ നല്ലതായിട്ട് പണി വിടും. കാരണം അവിടെ നിന്നൊക്കെ വരുമ്പോഴേ ഇങ്ങനെ കോളേജിലേക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഇറക്കമുണ്ട്. ഇവിടെ കോളേജ് അംഗൻവാടിയാണ് ഉള്ളത്. ഇറക്കമുണ്ട്. അങ്ങനെ ഇറക്കത്തിൽ എന്ത് സംഭവിക്കും, നേരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കില്ല, അത്രയ്ക്കൊരു ഇറക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കോളേജ്. മഴ പെയ്തതിൻ്റെ ചെളി കണ്ട, ചെളിയും ഇത് കാര്യങ്ങളൊക്കെ. പേരയ്ക്ക അധികം പേരയ്ക്കായിട്ടുള്ളൂ, ചെറിയൊരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ, കായ മാത്രമേ വന്നിട്ടുള്ളൂ. പേരയ്ക്ക നല്ല പഴുത്തിട്ടൊന്നും ഇല്ല, ഒന്നും ആയിട്ടില്ല കേട്ടോ പേരയ്ക്ക. ഇതാണ് കേട്ടോ കോളേജ്. അവിടെ ഇവിടെ അടുത്ത് ഓണം സെലിബ്രേഷൻ അടുത്ത് തോന്നുന്നുണ്ട്, അതാണ് ഓണത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്തൊരു ആണാകാശം അടുത്തെന്ന് തോന്നുന്നുണ്ട്, അതാണ് സൗണ്ട്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കോളേജ് കൂടി ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കോളേജിലേക്ക് ഇതൊട്ട് വന്നിട്ടില്ല കേട്ടോ, ചെറിയ കോളേജ് തോന്നുന്നുണ്ട്. കണ്ട ഇവിടെ ഫുള്ള് തൊട്ടാവാടിയുടെ ഇലയാണ് കേട്ടോ ഉള്ളത്. ഒരു കയറുമ്പോൾ ഒരു ഫോറസ്റ്റ് രീതിയിലാണ്. കോളേജിനുള്ളിൽ പെർമിഷൻ ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ പകുതി 2 പേരുള്ളൂ കോളേജിൻ്റെ. കണ്ട പേരക്കയുടെ കണ്ട, ഇവിടെയൊക്കെ പേരക്കുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ പേരക്ക. മാവിൻ്റെ ഇല. ഒരു മഴക്കാർ വന്നിട്ടുണ്ട്. മഴക്കാർ കണ്ട, ആകാശമൊക്കെ മൊത്തം ഇരുണ്ട് നിൽക്കാൻ കേട്ടോ. നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ പോകണം. ജസ്റ്റ് മഴയൊക്കെ മാറി ചെറിയ തണുപ്പ് വെയിൽ മിക്സ് കാലാവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് പുറത്ത്. ഇവിടെ എന്തോ ഒരു മഴ വന്നപ്പോൾ കണ്ട ഫുള്ള് ഇവിടെ കുളമായി പോയി. ഇവിടെ എന്തോ ഊൺമേശ പോലെ എന്തോ ഗെയിം സെറ്റപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കോളേജ്. ഇതാണ് കോളേജ്. ഉള്ളിലേക്ക് പ്രവേശനമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ. അവിടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്. ഇതാണ് കോളേജ് കേട്ടോ. ഇത് പുറത്ത് കോളേജിൻ്റെ ക്യാൻറ്റീൻ തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോളേജ്. ഫ്രണ്ട് വ്യൂ അപ്പുറത്ത് പോകണം, അവിടെ നമുക്ക് പെർമിഷൻ ഇല്ല കോളേജ് പഠിക്കണവർക്കുള്ളൂ. അപ്പോൾ ഈ വഴിയാണ് കോളേജിൻ്റെ. മൊത്തം മഴ കാര്യം മൊത്തം ഇവിടെ ഫുള്ള് കണ്ട മഴയുടെ നേരത്തെ പെയ്ത മഴയുടെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറെ എളുപ്പ വഴിയാണ് കേട്ടോ. ശരിക്കത്തെ ഫ്രണ്ട് ഗേറ്റ് മെയിൻ വേ അതാണ്. നമുക്ക് ഈ വഴി കൂടി പോവാം. ജസ്റ്റ് കാണിച്ചു തന്നാ കേട്ടോ നിങ്ങൾക്ക്. അപ്പം മഴക്കാരൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ മഴ തുടങ്ങി കേട്ടോ. അപ്പോൾ മഴ അധികം ശക്തമായില്ല, ചെറുതായിട്ട് ചാറി ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അധികം ശക്തമായില്ല, ചാറി ഇരിക്കുന്നുണ്ട്. അതാണ് എന്നാലും നമ്മൾ കുടയൊക്കെ സേഫ്റ്റി കരുതിയത് നന്നായി. കാരണം നമുക്ക് മഴ കുട എടുത്ത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഇവിടെ നിന്നേനെ. എന്താ മഴ ക്യാമറയിൽ കറക്റ്റ് കിട്ടണില്ല, കുറച്ച് നല്ല ശക്തമായി വീഴാൽ ക്യാമറയിൽ കിട്ടില്ല.
അപ്പോൾ ഞാൻ പറയുമ്പോഴേക്ക് ശക്തമായി പെയ്തു തുടങ്ങി ഗൈസ്. എന്താ നല്ല മഴയ്ക്ക് ചെവി ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ മഴ പെയ്തു തുടങ്ങി. അപ്പം എന്താ ഇപ്പോൾ ക്യാമറയിൽ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് മഴ. അപ്പോൾ എന്താ മഴ പെയ്തു തുടങ്ങി. അപ്പോൾ നമ്മൾ കുടയെ കാരണം നമ്മൾ സേഫാണ്. മഴയൊക്കെ പെയ്തു ഇവിടെ കണ്ട മൊത്തം കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താ അപ്പോൾ ഫ്രണ്ട്സ് മഴയൊക്കെ പെയ്തു തുടങ്ങി കേട്ടോ. കുടയുള്ള കാരണം സത്യം സേഫ് എന്ന് പറയാം. അല്ല നമ്മൾ നിന്നാണ് ഞാൻ കണ്ട. ഇവിടെ ഫുൾ പറമ്പാണ് കേട്ടോ. 1 ഏക്കർ ഇവിടെ തൊട്ട് ആ അറ്റം വരെ ഉള്ളതാണ് കേട്ടോ ഒരു പറമ്പ്. ഇതൊരു പ്ലോട്ടാണ് കേട്ടോ. ഒരു ഇത് കണ്ടു കേട്ടോ, ഒരു കടയുടെ ഒരു ഇടവഴി. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണ്ട് കുറച്ച് നേരം. മഴയുണ്ട് എന്നാലും ജസ്റ്റ് വെറുതെ ഇങ്ങനെ മഴ നോക്കി നിൽക്കണ്ട്. കണ്ട നല്ല മഴ പെയ്തു തുടങ്ങി. പക്ഷെ കുടയുള്ളതിന് സേഫാണ് കണ്ട. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ, സോഡയും പിന്നെ ജ്വല്ലറി ഫാൻസി സ്റ്റോറാണ് കേട്ടോ. കണ്ട കമ്മലും പിന്നെ കുടിക്കാൻ സോഡ ജ്യൂസ് അങ്ങനത്തെ കടകളൊക്കെ. പിന്നെ ഫോട്ടോസ്റ്റാറ്റ് പിന്നെ സോഡ സർബത്ത്, ഉപ്പ് സോഡ, ജീരക സോഡ, പാൽ സർബത്ത്, ഐസ്ക്രീമൊക്കെ കിട്ടുന്ന കടയുണ്ടത്. മഴയുണ്ട് എന്നാലും നമുക്ക് തിരിച്ച് നമുക്ക് കുടയുണ്ടല്ലോ അപ്പം പ്രശ്നമില്ല. മഴയും നല്ല ശക്തമായ മഴയും കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. തെങ്ങൊക്കെ ഉണ്ടാ നല്ല രീതിയിൽ നല്ല ആടുണ്ട് കേട്ടോ. അപ്പോൾ ആകാശമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വീണ്ടും വെയിൽ വരും. അതേപോലെ നേരത്തെ കണ്ടില്ല, അതുപോലെ വീണ്ടും വെയിൽ തന്നെ വരും. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ മഴ തീർന്നിട്ടുണ്ട്. മഴയൊക്കെ തീർന്നു. ചെറുതായിട്ട് നല്ല ചാറുണ്ട്. ചെറുതായിട്ട് കാറ്റ് നിന്നിട്ടുണ്ട്. കാറ്റും പിന്നെ ആകാശത്ത് നല്ല ഡാർക്ക് നേരത്തെ പോലെ നല്ല ഡാർക്കായിട്ടുണ്ട്. വീണ്ടും വെയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. പുറത്ത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ സമയം 4 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മഴ നിന്നിട്ടില്ല, കുറച്ച് ചാർജ് അറിയിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെയിൽ വരും, പിന്നെ ഇടയ്ക്ക് വെയിൽ മഴ ഒരുമിച്ച് വരും, അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് രാവിലെ കാലാവസ്ഥ അനുസരിച്ച് എത്ര നല്ല നല്ല മഴയൊന്നും പിന്നെ പറയാൻ പറ്റില്ല. പിന്നെ നല്ല വെയിലായിരുന്നു, 2 മണിക്കൂർ ഫുൾ വെയിൽ. പിന്നെ ഇപ്പോൾ നേരത്തെ അടക്കാൻ പോയപ്പോഴാണ് മഴ പെയ്തത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം മഴയില്ല വെയിലില്ല ഇതായിട്ട് നല്ല കാറ്റ്, നല്ല ശക്തമായി തണുത്ത കാറ്റുണ്ട് കേട്ടോ പുറത്തുനിന്ന്. പിന്നെ ചെറിയ മഴച്ചാറുണ്ട് അങ്ങനെ ഇപ്പോൾ കണ്ടീഷൻ. അപ്പോൾ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സേഫ് ആയിരിക്കുക. മഴയൊന്നും എവിടെയും ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ. കാസർഗോഡ് ജില്ല, ആലപ്പുഴ ജില്ല അവിടെയാണ് മഴയുള്ള കേൾക്കുന്നത്. ബാക്കിയൊക്കെ ജില്ല സേഫാണ്. ഇപ്പോൾ മുമ്പൊക്കെ മഴയുണ്ട്. ഇപ്പോൾ 2 ആഴ്ച ഫുൾ വെയിലുകൊണ്ട് നടക്കാൻ പറ്റില്ല ആ അവസ്ഥ. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇന്ന് പറഞ്ഞ പോലെ മഴ പെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾന്ന് അമർത്തണം. എന്നാലും നമ്മുടെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.